ഇനി നമുക്ക് മൊഡ്യൂൾ 4 ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മൊഡ്യൂൾ 4 നമ്മൾ പഠിക്കുന്നത് എന്താണ്? എക്സ്പ്ലെയിൻ പ്രോസസ് കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ദെയർ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് പഠിക്കുന്നത്. ട്രാൻസ്ഡ്യൂസേഴ്സിനെ പറ്റിയിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസിനെ പറ്റിയിട്ടും പഠിക്കാനുണ്ട്. പിന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്, അതിന് മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്, അത് പഠിക്കാനുണ്ട്. ടാക്കോ ജനറേറ്റേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. ഡാറ്റ അക്വിസിഷൻ സിസ്റ്റമിനെ പറ്റി പഠിക്കാനുണ്ട്. ചെറിയ മൊഡ്യൂളാണ് 4th മൊഡ്യൂൾ വരുന്നത്. വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷനാണ്. ഓക്കെ, ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എ ഡിവൈസ് വിച്ച് കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഫോം. ഒരു ഫോമിലുള്ള എനർജീനെ വേറൊരു ഫോമിലേക്ക് മാറ്റുന്ന ഡിവൈസാണ് എന്ത്? ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ടാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് കൺവേർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻപുട്ട്, മെഷറിംഗ് ഡിവൈസ്, ഔട്ട്പുട്ട്, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ സെൻസിങ് എലമെൻറ്റ്സ് ഉണ്ട്, ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റും ഉണ്ട്. ഓക്കെ, നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ സെൻസിങ് എലമെൻറ്റിലേക്ക് കൊടുക്കും. എന്നിട്ട് സെൻസർ റെസ്പോൺസ് അനുസരിച്ച് ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റിലേക്ക് കൊടുത്തിട്ട് ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമ്മൾ ജനറേറ്റ് ചെയ്യല്ല, നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ അങ്ങനെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഇലക്ട്രിക്കൽ പ്രിൻസിപ്പിൾസിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണിത്. ഇത്രയും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ട്രാൻസ്ഡ്യൂസേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സിനെ വെച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് റെസിസ്റ്റൻസിനെ, കപ്പാസിറ്റൻസിനെ ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻഡക്റ്റൻസിനെ, വോൾട്ടേജ് ആൻഡ് കറണ്ടിനെ, ഇതിനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ കമ്പാരിസൺ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 3 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. അനലോഗിൽ കണ്ടിന്യൂസ് ഫങ്ഷൻ ഓഫ് ടൈം ആയിരിക്കും, ഡിജിറ്റലിൽ ഡിസ്ക്രീറ്റ് ആയിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാവുക. അനലോഗിൽ വീഡിയോ, ഓഡിയോ, ടേപ്സ് അനലോഗ് ആയിരിക്കും. ഇവിടെ ഡിജിറ്റലിലാണെങ്കിൽ ഫ്ലോപ്പി ഡിസ്കും സീരീസും ആയിരിക്കും ഡിസ്ക്രീറ്റ് ആയിട്ട്. ഇവിടെ അനലോഗിൽ ഹൈ കോസ്റ്റ് ആയിരിക്കും, ഡിജിറ്റലിൽ ലോ കോസ്റ്റ് ആയിരിക്കും. അനലോഗിൽ മോർ ഏരിയ ഓക്യുപ്പൈ ചെയ്യും, ഡിജിറ്റലിൽ കോമ്പാക്റ്റ് ആയിരിക്കും. അനലോഗിൽ പ്യുവർ റിലയബിലിറ്റി ആയിരിക്കും. ഇതിൽ ഡിജിറ്റലിൽ ഹയർ റിലയബിലിറ്റി ആയിരിക്കും. ഓക്കെ, ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് നമുക്ക് വരുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വരുന്നുണ്ട്. അനലോഗ് ആൻഡ് ഡിജിറ്റൽ, പീസോ ഇലക്ട്രിക്, പൊട്ടൻഷ്യോമെട്രിക്, പ്രൈമറി, സെക്കൻഡറി, റെസിസ്റ്റീവ്, കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ്, വോൾട്ടേജ് ഡിവൈഡർ, വോൾട്ടേജ് ജനറേറ്റിംഗ് ടൈപ്പ്, മാഗ്നെറ്റിക് റിസ്ട്രിക്ഷൻ ടൈപ്പ്. ഓക്കെ, ഇനി ചോയ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ എന്ത് എഴുതണം? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 3 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ചോയ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇപ്പോൾ ഒന്നാമത്തത് എന്താണ്? ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കണം നമ്മൾ. ടൈപ്പ്, റേഞ്ച്, സെൻസിറ്റിവിറ്റി, എക്സൈറ്റേഷൻ, ഇതൊക്കെ നോക്കണം. രണ്ടാമത് ഫിസിക്കൽ കണ്ടീഷൻസ് നോക്കണം. അതായത് മെക്കാനിക്കലാണോ ഇലക്ട്രിക്കലാണോ കണക്ഷൻസ് വരുന്നത്, അത് നോക്കണം. മൂന്നാമത്തെ ആംബിയൻ കണ്ടീഷൻസ് നോക്കണം. അതായത് ഹിസ്റ്ററിസിസ് എഫക്റ്റ്, ഫ്രീക്വൻസി റെസ്പോൺസ് എക്സെട്ര, അതൊക്കെയാണ് ആംബിയൻസ് കണ്ടീഷൻസ് വരുന്നത്. എൻവയൺമെൻറ്റൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇഫക്ട്സ് ആണ്. പിന്നെ നോക്കുന്നത് ആക്യുറസി, സെൻസിറ്റിവിറ്റി, റിലയബിലിറ്റി, സെലക്ടിവിറ്റി എക്സെട്ര, അങ്ങനെയൊക്കെയുള്ളതാണ് പിന്നെ വരുന്നത്. ഇനി ആപ്ലിക്കേഷൻസ് വരുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിൽ വരുന്നുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക്കിൽ വരുന്നുണ്ട്, ഇലക്ട്രോകെമിക്കലിൽ വരുന്നുണ്ട്, ഇലക്ട്രോമെക്കാനിക്കൽ, ഇലക്ട്രോ അക്കൗസ്റ്റിക്, ഇലക്ട്രോ ഒപ്റ്റിക്കൽ, തെർമോ ഇലക്ട്രിക്, ഇതിലൊക്കെ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് വരുന്നുണ്ട്. ഈ തെർമോ കപ്പിളിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് തെർമോ കപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഫിഗർ പണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തെർമോ കപ്പിൾ എന്ന് പറയുമ്പോൾ 2 ആണെന്ന് നമുക്കറിയാം. തെർമോ കപ്പിൾ എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിൽ മെഷറിംഗ് ജംഗ്ഷനാണ് ഒരെണ്ണം വരുന്നത്, ഒരെണ്ണം റെഫറൻസ് ജംഗ്ഷനാണ്. ഈ റെഫറൻസ് ജംഗ്ഷനെ കോൾഡ് ജംഗ്ഷൻ എന്ന് പറയും, മെഷറിംഗ് ജംഗ്ഷനെ ഹോട്ട് ജംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ഇതിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സീബെക്ക് എഫക്റ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 2 ഡിസിമിലർ മെറ്റൽസ്, 2 വ്യത്യസ്ത തരത്തിലുള്ള മെറ്റൽസ് രണ്ടും കൂടെ ജോയിൻ ചെയ്തിരിക്കുക, രണ്ടറ്റത്തും കൂട്ടി തിരിച്ച് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ജംഗ്ഷൻസ് ഉണ്ടാവുമല്ലോ. അത് 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചറുകളിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമെന്നാണ് പറയുന്നത്. കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ആ ജംഗ്ഷൻസ് തമ്മിലുള്ള സ്മോൾ EMF, അതായത് തെർമോ EMF ഉള്ളത് കൊണ്ടാണ് കറണ്ട് പ്രൊഡക്ഷൻ വരുന്നത്. ഈ പ്രൊഡക്ഷൻ ഓഫ് തെർമോ EMF എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് മെറ്റൽസിൽ എന്തുണ്ട്, ഡിഫറെൻറ്റ് ഡെൻസിറ്റീസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഡിഫറെൻറ്റ് ഡെൻസിറ്റീസ് വരും. ഈ ഇലക്ട്രോൺസ് ഹയർ ഡെൻസിറ്റി മെറ്റൽസിന് എങ്ങോട്ടേക്ക് പോകും? ലോവർ ഡെൻസിറ്റി മെറ്റൽസിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസിൻ്റെ ഡിഫ്യൂഷൻ കാരണം എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരും രണ്ട് സൈഡിലും. അപ്പോൾ അതിന് കോൺടാക്റ്റ് പൊട്ടൻഷ്യൽ എന്നാണ് നമ്മൾ വിളിക്കുക. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക? ടൈപ്സ് ഓഫ് മെറ്റലിനെയും ഡിപ്പെൻഡ് ചെയ്യും, ജംഗ്ഷനിലുള്ള ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഡിഫറെൻറ്റ് മെറ്റൽസ് ഷോസ് ഡിഫറെൻറ്റ് ചേഞ്ചസ് ഇൻ കണ്ടക്ടിവിറ്റി ഫോർ സെയിം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഒരേ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് ചേഞ്ച് ഇൻ കണ്ടക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ സെയിം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് മെറ്റൽസ് എന്ത് കാണിക്കും? ചേഞ്ച് ഇൻ കണ്ടക്ടിവിറ്റി ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. ഇവിടെ ഹോട്ട് ജംഗ്ഷനാണ്. ഹീറ്റ് സോഴ്സ് വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വോൾട്ട് മീറ്റർ നമ്മൾ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. തെർമിസ്റ്റേഴ്സ് ആണ് നെക്സ്റ്റ് ടെമ്പറേച്ചർ സെൻസർ വരുന്നത്. ടെമ്പറേച്ചർ സെൻസേഴ്സ് ഏതൊക്കെയാണ്? തെർമോകപ്പിളും തെർമിസ്റ്ററും ആണ് വരുന്നത്. ഇതിൽ തെർമിസ്റ്റർ എന്ന് പറയുന്നത് ഈ തെർമ എന്ന് പറയുന്നത് ഒരു തെർമൽ എന്ന വാക്കിന് ഡിനോട്ട് ചെയ്യാൻ വരുന്നത് തെർമ, THERM വരെ. അടുത്ത റെസിസ്റ്ററിൻ്റെ ലാസ്റ്റ് ലെറ്റേഴ്സാണ് ഇസ്റ്റേഴ്സ് വരുന്നത്. അങ്ങനെ രണ്ട് ടേംസ് കൂടിയിട്ടാണ് തെർമിസ്റ്റേഴ്സ് വരുന്നത്. തെർമൽ റെസിസ്റ്റേഴ്സ് ആണ് തെർമിസ്റ്റേഴ്സ്. അതായത് എ റെസിസ്റ്റർ ഹൂസ് റെസിസ്റ്റൻസ് വാരീസ് വിത്ത് ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസ് വാരി ചെയ്യുന്ന ഒരു റെസിസ്റ്ററാണ് തെർമിസ്റ്റർ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിൽ തെർമിസ്റ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? തെർമിസ്റ്റേഴ്സ് യൂസസ് മെറ്റീരിയൽസ് വിത്ത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിലുള്ള മെറ്റീരിയൽസാണ് തെർമിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് സെമി കണ്ടക്ടേഴ്സാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, 5% ഡിക്രീസ് ഇൻ റെസിസ്റ്റൻസ് ഫോർ അപ്രോക്സിമേറ്റ്ലി 1 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ. 1 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചറിൽ എത്ര ഡിക്രീസ് ഇൻ റെസിസ്റ്റൻസ് വരും? 5% ഡിക്രീസ് ഇൻ റെസിസ്റ്റൻസ് വരും. ഏതിന്? സെമി കണ്ടക്ടർ ഡിവൈസസിന്. അതുകൊണ്ട് അതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ resistance and temperature has non-linear characteristics in a thermistor unlike that of resistance thermal detector. ഇത് നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് കേട്ടോ. നോൺ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത് എന്നുള്ളത്. ഇനി കൺസ്ട്രക്ഷൻ വരുമ്പോൾ എന്തൊക്കെയാണ്? മെയ്ഡ് ഓഫ് മാംഗനീസ്, നിക്കൽ, കൊബാൾട്ട് എക്സെട്ര ഇൻ ദ ഫോം ഓഫ് ബീഡ്സ്, റോഡ്സ് ആൻഡ് ഡിസ്ക്. ബീഡ്സിൻ്റെ ടൈപ്പിലുണ്ടാവും, റോഡ്സിൻ്റെ ടൈപ്പിലുണ്ടാവും, ഡിസ്കിൻ്റെ ടൈപ്പിലുണ്ടാവും. ഓക്കെ, ഈ ബി ടൈപ്പിൽ സ്മോൾ സൈസ് വരുന്നത് ഇതാണ്. ഗ്ലാസ് ടോപ്പ് ടൈപ്പിൽ ഇതാണ് സൈസ് വരുന്നത്. ഡിസ്ക് ടൈപ്പിൽ വരുന്ന സൈസസ് ഇതാണ്. മെയ്ഡ് പ്രസ്സിംഗ് മെറ്റീരിയലാണ്. ഹൈ പ്രഷറിൻ്റെ സിലിണ്ടറിക്കൽ ഷേപ്പ്, അതാണ് ഡിസ്കിന് പേര് വന്നത്. പ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് NTC തെർമിസ്റ്ററിൻ്റെ ആണ്. എന്താണ് NTC തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് തെർമിസ്റ്ററാണ് NTC തെർമിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഇവിടെ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇവിടെ എന്താണ്? ഇവിടെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ക്യാരക്ടറിസ്റ്റിക്സും ഇവിടെ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കറണ്ട് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമുക്ക് ടൈം എക്സിലും കറണ്ട് വൈയിലും കൊടുത്തിട്ട്. ആപ്ലിക്കേഷൻസ് ഓഫ് തെർമിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് തന്നെയാണ്. ബാറ്ററി കൊടുത്തിട്ടുണ്ട്, തെർമിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, മൈക്രോ ആമീറ്റർ കൊടുത്തിട്ടുണ്ട്. സീരീസ് സർക്യൂട്ടാണ് തെർമിസ്റ്ററിൻ്റെ മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൽ യൂസ് ചെയ്യുന്നതിൻ്റെ സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ വേറെ എന്തൊക്കെ ആപ്ലിക്കേഷൻസിൻ്റെ തെർമിസ്റ്റേഴ്സിനാണ് പറഞ്ഞിരിക്കുന്നത്? ടെമ്പറേച്ചർ കൺട്രോളും കോമ്പൻസേഷനും വരുന്നുണ്ട്. മെഷർമെൻറ്റ് ഓഫ് പവർ അറ്റ് ഹൈ ഫ്രീക്വൻസീസ് വരുന്നുണ്ട്. മെഷർമെൻറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി വരുന്നുണ്ട്. മെഷർമെൻറ്റ് ഓഫ് ലെവൽ, ഫ്ലോ ആൻഡ് പ്രഷർ വരുന്നുണ്ട്. വാക്വം മെഷർമെൻറ്റ് വരുന്നുണ്ട്. ഫോർ പ്രൊവൈഡിങ് ടൈം ഡിലേ. ഇതൊക്കെ തെർമിസ്റ്റേഴ്സിൻ്റെ വേറെ ആപ്ലിക്കേഷൻസ് ആണ്. ഇനി അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ കോമ്പാക്റ്റ് ആണ്, റഗ്ഡ് ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്.
ഗുഡ് സ്റ്റെബിലിറ്റി ഓഫ് ഓപ്പറേഷൻ ഉണ്ട്, ഹൈ സെൻസിറ്റിവിറ്റി ഉണ്ട്, ഫാസ്റ്റ് റെസ്പോൺസ് ടൈം ഉണ്ട്, അൺഅഫക്റ്റഡ് ബൈ സ്പ്രേ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്സ്. സ്പ്രേ മാഗ്നറ്റിക് ഫീൽഡ്സും ഇലക്ട്രിക് ഫീൽഡ്സിനും ഒന്നും എഫക്റ്റ് അതൊന്നും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി എൽ വി ഡി ടി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. എന്തായാലും ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, നന്നായി പഠിച്ചിരിക്കണം. എൽ വി ഡി ടിയിലെ ഫുൾ ഫോം വരുന്നത് ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്നാണ്. അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണ്? പ്രൈമറി വൈൻഡിങ് ഉണ്ട്, സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ട്. സെക്കൻഡറി വൈൻഡിങ്സ് രണ്ടെണ്ണം വരുന്നുണ്ട്, S1 S2. പ്രൈമറി വൈൻഡിങ് ഒരെണ്ണം P ആണത്. AC എക്സൈറ്റേഷൻ കൊടുത്തിരിക്കുന്നത് പ്രൈമറി വൈൻഡിങ്ങിലേക്കാണ്. ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് ES1ഉം ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് ES2 ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് ഇതാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് ഈ കോറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രൈമറി വൈൻഡിങ് സെൻറ്റർ ബിറ്റ്വീൻ എ പെയർ ഓഫ് ഐഡൻറ്റിക്കലി വൈൻഡ് സെക്കൻഡറി വൈൻഡിങ് സിമെട്രിക്കലി പ്ലേസ്ഡ് അബൌട്ട് ദ പ്രൈമറി. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഈ പ്രൈമറി വൈൻഡിങ്ങിനോട് ഒപ്പം തന്നെ എന്താണ് സെക്കൻഡറി വൈൻഡിങ്സും ഒരേപോലെ സിമെട്രിക്കലി കൊടുത്തിരിക്കുകയാണ്. ഇനി ദ കോയിൽ അസംബ്ലി ഈസ് ദി സ്റ്റേഷനറി എലമെൻറ്റ് ഓഫ് ദ പൊസിഷൻ സെൻസർ. കോയിൽ അസംബ്ലി എന്ന് പറയുന്നത് പൊസിഷൻ സെൻസറിൻ്റെ സ്റ്റേഷനറി എലമെൻ്റാണ്. മൂവിങ് അസംബ്ലി എന്ന് പറയുന്നത് ട്യൂബുലർ ആർമേച്ചർ ഓഫ് മാഗ്നറ്റിക് പെർമിറ്റഡ് മെറ്റീരിയൽ ഫ്രീ ടു മൂവ് ആക്സിയലി ഇൻ ദ കോറിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ട്യൂബുലർ ആർമേച്ചറാണ് കൊടുത്തിരിക്കുന്നത് മൂവിങ് ആയിട്ട്. വർക്കിംഗ് എന്ന് പറയുമ്പോൾ പ്രൈമറി AC കറണ്ട് കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അപ്രോപ്രിയേറ്റ് ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി ഉള്ള AC കറണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് സിഗ്നൽ ഉണ്ടാവും. ഔട്ട്പുട്ട് സിഗ്നൽ എന്തായിരിക്കും? ഡിഫറൻഷ്യൽ AC വോൾട്ടേജ് ബിറ്റ്വീൻ ദ 2 സെക്കൻഡറി വൈൻഡിങ്സ്. അതായത് 2 സെക്കൻഡറി വൈൻഡിങ്സിൻ്റെ ഡിഫറൻഷ്യൽ AC വോൾട്ടേജ് ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരിക. വിച്ച് വാരീസ് വിത്ത് ദ ആക്സിൽ പൊസിഷൻ ഓഫ് ദ കോർ. കോറിൻ്റെ പൊസിഷനനുസരിച്ചിട്ട് ഇതിൻ്റെ പൊട്ടൻഷ്യൽ വോൾട്ടേജസ് മാറുന്നതാണ് നമുക്ക് ഇതിന് വർക്കിംഗ് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ടൈപ്പ് ഓഫ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ യൂസ്ഡ് ടു മെഷർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറാണിത് LVDT എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ചേഞ്ച്ഡ് ഇൻ വോൾട്ടേജ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ആവുന്ന അതാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറാണെന്ന് പറയുന്നത്. വോൾട്ടേജ് ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയാണ്. ലീനിയർ മോഷൻ കൺവേർട്ടഡ് ഇൻ ഇലക്ട്രിക് സിഗ്നൽസ്. ഇത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ലീനിയർ മോഷനെയാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ഡിഫറൻസ് ഓഫ് വോൾട്ടേജ് ഈസ് ടേക്കൺ ഇൻ കൺസിഡറേഷൻ. ഇതിൽ ഡിഫറൻസ് ഓഫ് വോൾട്ടേജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പ്രൈമറി വൈൻഡിങ് ഒരെണ്ണേ ഉള്ളൂ, സെക്കൻഡറി വൈൻഡിങ്സ് രണ്ടെണ്ണം ഉണ്ട്. അതിൽ രണ്ടും ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. നമുക്ക് മെഷർ ചെയ്യേണ്ട ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് സോഫ്റ്റ് അയൺ കോറിലാണ്. സോഫ്റ്റ് അയൺ കോർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഹൈ പെർമിയബിലിറ്റി നിക്കൽ അയൺ കൊണ്ടാണ്. ഹൈ പെർമിയബിലിറ്റി നിക്കൽ അയൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അനൈഡാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ലോ ഹാർമോണിക്സ് തരാൻ വേണ്ടിയിട്ടും ലോ ഹൈ വോൾട്ടേജ് തരാൻ വേണ്ടിയിട്ടും ഹൈ സെൻസിറ്റിവിറ്റി തരാൻ വേണ്ടിയിട്ടുമാണ്. ഇനി ഇത് എങ്ങനെയാണ് സ്റ്റോർട്ട് ചെയ്തിരിക്കുന്നത്? ലോഞ്ചിറ്റ്യൂഡിനലി ടു റെഡ്യൂസ് ദ എഡി കറണ്ട്. എഡി കറണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ലോഞ്ചിറ്റ്യൂഡിനലി സ്റ്റോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറയാനുള്ളത് പ്ലേസ്ഡ് ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹൗസിംഗ് ടു പ്രൊവൈഡ് ഇലക്ട്രോ മെക്കാനിക്സ് ഷീൽഡിംഗ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹൗസിംഗിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫിഗർ വേണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കുക കേട്ടോ. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇൻപുട്ട് സപ്ലൈ 50 Hz മുതൽ 20 kHz വരെയുള്ള ഇൻപുട്ട് സപ്ലൈ നമുക്ക് പ്രൊവൈഡ് ചെയ്താൽ ക്രിയേറ്റ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഇൻഡ്യൂസസ് കറണ്ട്. സെക്കൻഡറി വൈൻഡിങ്സിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇതിൽ 2 സെക്കൻഡറി വൈൻഡിങ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ഓപ്പോസിഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും? ഈ ഔട്ട്പുട്ട് EO ഈസ് ഈക്വൽ ടു ES1 മൈനസ് ES2 ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കണക്ഷൻ വരുന്നത് സീരീസ് ഓപ്പോസിഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, അറ്റ് നൾ പൊസിഷൻ ഓഫ് ദ കോർ എന്ന് പറയുന്നത് കോർ സെൻട്രലായിരിക്കുമ്പോൾ ഈക്വൽ ഫ്ലക്സ് ആയിരിക്കും ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ
ES1 മൈനസ് ES2 എന്ന് പറയുമ്പോൾ ES1 ES2 ഈക്വൽ ആകുമ്പോൾ ഇത് 0 ആയിട്ടുണ്ടാകും. അപ്പോൾ EO is equal to 0. ഇനി ES1 ഗ്രേറ്റർ ദാൻ ES2 ആയിരിക്കുമ്പോൾ EO എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും നമുക്ക് പറയാം. ഓക്കെ, ഇനി ES1 ലെസ് ദാൻ ES2 ആകുമ്പോൾ EO എന്തായിരിക്കും? ES1 മൈനസ് ES2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, EO നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ES1 ഗ്രേറ്റർ ദാൻ ES2 എന്ന് പറയുമ്പോൾ EO ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും, 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. The direction and the amount of movement can be seen from the analysis of the magnitude and direction of the voltage നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് LVDT എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ആണ്, റോബസ്റ്റ് ആണ്, സോളിഡ് ആണ്, നോ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആണ്, ഹൈ സിഗ്നൽ ടു നോയിസ് റേഷ്യോ ആണ്, ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്, high resolution ആണ്, short response time, consumes low power, high sensitivity, can measure high range of displacement, sensitive to strong magnetic field, limited by coil length. ഡിജിറ്റൽ ടാക്കോമീറ്റേഴ്സ് ആണ് അതൊക്കെ പഠിക്കാനുള്ളത്. ടു മെഷർ എന്താ ടാക്കോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പീഡ് മെഷർ ചെയ്യാനുള്ള ഡിവൈസാണ്. അപ്പോൾ ടു മെഷർ ദ റൊട്ടേഷണൽ സ്പീഡ് ഓഫ് ഡിസ്ക് ഓർ ഷാഫ്റ്റ് ആൻഡ് എക്സ്പ്രസ് ദാറ്റ് ഇൻ RPM. ടൈപ്സ് ഏതൊക്കെയാണ്? കോൺടാക്ട് ടൈപ്പ് ഉണ്ട്, നോൺ കോൺടാക്ട് ടൈപ്പ് ഉണ്ട്. ഈ DC ടാക്കോമീറ്റർ ജനറേറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫിഗർ വരുന്നത് എവിടെയാണ്? ഫിഗർ ഇതാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇവിടെ നമുക്ക് ഫിഗറിൽ കാണാൻ പറ്റും ഇതൊരു സീരീസ് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്പീഡ് പിൻ മെഷർ ചെയ്യുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ക്ലോസ്ഡ് കണ്ടക്ടർ മൂവ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൽ ക്ലോസ്ഡ് കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യും, കണ്ടക്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഷാഫ്റ്റിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുന്നു. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത്. ഇനി കമ്മ്യൂട്ടേറ്റർ എന്ത് ചെയ്യും? AC-നെ DC ആക്കി മാറ്റും. പിന്നെ മൂവിങ് കോയിൽ വോൾട്ട്മീറ്റർ എന്ത് ചെയ്യും? അത് ഇൻഡ്യൂസ്ഡ് EMF-നെ മെഷർ ചെയ്യും. പിന്നെ എന്താ ഉണ്ടാവുക? പൊളാരിറ്റി ഓഫ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഡിറ്റർമിൻസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ഷാഫ്റ്റ്. ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് ഷാഫ്റ്റിൻ്റെ മോഷൻ എങ്ങനെയാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, ഹൈ കറണ്ട് ഇൻ ദ ആർമേച്ചറിലുള്ള ഹൈ കറണ്ട് എന്താവും? ഇസ് റെഡ്യൂസ്ഡ്, കുറയും. അപ്പോൾ എങ്ങനെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൈ റെസിസ്റ്റൻസിൻ്റെ ഹെൽപ്പ് കൊണ്ട് വിച്ച് ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത്. ഈ ഒരു കണക്ട് ചെയ്തിരിക്കുന്ന സീരീസ് റെസിസ്റ്ററിൻ്റെ എഫക്റ്റ് കൊണ്ട് എന്ത് കുറയും? ആർമേച്ചറിലുള്ള ഹൈ കറണ്ട് കുറയും. ഈ ആർമേച്ചറിലുള്ള ഹൈ കറണ്ട് കുറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി AC ടാക്കോമീറ്റർ ജനറേറ്ററിൻ്റെ ഫിഗറാണ് കാണുന്നത്. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ബോർഡ് എക്സാമിന് ചോദിക്കും കേട്ടോ. ഇതിൽ നമുക്കിവിടെ ഒരു റെക്ടിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രിഡ്ജ് റെക്ടിഫയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ കമ്മ്യൂട്ടേറ്റർ ആൻഡ് ബ്രഷ് അസംബ്ലി ഈസ് റിമൂവ്ഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ടാക്കോമീറ്റർ ജനറേറ്റർ. കമ്മ്യൂട്ടേറ്ററും ബ്രഷൊന്നും ഇല്ല ഇതിൽ, മറ്റേതിലത്തെ പോലെ DCയിലത്തെ പോലെ ഇല്ല. ഇനി ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് എന്ത് ചെയ്യും? ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ആദ്യം റെക്ടിഫൈ ചെയ്യും. ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിനെ റെക്ടിഫൈ ചെയ്തിട്ട് അതിനെ എന്താക്കും? റെക്ടിഫൈ ചെയ്ത ഔട്ടിനെ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്? കപ്പാസിറ്റർ ഫിൽറ്ററിൽ കൂടെ കൊടുത്തിട്ടാണ് റിപ്പിൾസിനെ സൂത്തം ചെയ്യുന്നത്. ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസസ് ദ EMF. അത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടാണ് EMF ഉണ്ടാകുന്നത്. EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് ഇൻ ദി സ്റ്റേഷനറി കോയിൽ ഓഫ് ദി സ്റ്റേറ്ററിൻ്റെ സ്റ്റേഷനറി കോയിലിൽ. ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വലൻ്റ് ടു ദ സ്പീഡ് ഓഫ് ദ ഷാഫ്റ്റ് ആയിരിക്കും. ഷാഫ്റ്റിൻ്റെ സ്പീഡിന് ഈക്വലൻ്റ് ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അങ്ങനെ ദസ് എയ്തർ ആംപ്ലിറ്റ്യൂഡ് ഓർ ഫ്രീക്വൻസി ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ആംഗുലർ വെലോസിറ്റി. ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി നമ്മൾ എന്തിന് മെഷർ ചെയ്യും? ആംഗുലർ വെലോസിറ്റി മെഷർ ചെയ്യുന്നതിന് യൂസ് ചെയ്യും. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഇനി ഡാറ്റ അക്വിസിഷൻ സിസ്റ്റമിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണിത്. ബ്ലോക്ക് ഡയഗ്രം കൺസെപ്റ്റാണ് നമുക്ക് ആവശ്യമുള്ളൂ സിലബസിൽ. ബ്ലോക്ക് ഡയഗ്രം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇവിടെ ഫിസിക്കൽ സിസ്റ്റം വരുന്നുണ്ട്. ട്രാൻസ്ഡ്യൂസർ സെൻസറാണ് വരുന്നത്. സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ് ആണ്.
ഇവിടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറാണ്, ഇവിടെ കമ്പ്യൂട്ടറാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഔട്ട്പുട്ട് സിഗ്നൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് അടിയിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ നിർബന്ധമായും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇതിൽ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം അല്ലെങ്കിൽ DAQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു യൂസ് ചെയ്യുന്നത്? ടു മെഷർ ദ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് റെക്കോർഡ് ദം ഫോർ ഫർദർ അനാലിസിസ്. റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫർദർ അനാലിസിസിന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ വരുന്നത് എന്തൊക്കെയാണ്? സെൻസർ വരുന്നുണ്ട്. സെൻസർ എന്താ ചെയ്യുന്നത്? ഫിസിക്കൽ പാരാമീറ്റേഴ്സിന് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ടറി ആണ്. പിന്നെ വരുന്നത് ഡാറ്റ കൺവേർഷനാണ്. പിന്നെ ഡാറ്റ പ്രോസസ്സിംഗ് ആണ് വരുന്നത് ADC. പിന്നെ വരുന്നത് മൾട്ടിപ്ലക്സിങ്ങും ഡാറ്റ ഹാൻഡ്ലിങ്ങും ആണ് വരുന്നത്. ഓക്കെ, ഇതിനെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ യൂസ്ഫുൾ സിഗ്നൽസ് ആക്കിയിട്ട് മാറ്റും, കൺവേർട്ട് ചെയ്യും. എന്നിട്ട് സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റിലേക്ക് കൊടുക്കും. അതിൽ വരുന്നത് ആംപ്ലിഫയേഴ്സും ഫിൽറ്റേഴ്സും മോഡിഫയേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ മൾട്ടിപ്ലക്സേഴ്സ് വരുന്നുണ്ട്. മൾട്ടിപ്ലക്സർ എന്താണ്? മെനി ഇൻപുട്ട് വൺ ഔട്ട്പുട്ട്. കുറേ ഇൻപുട്ട് ഉള്ളതിനെ വൺ ഔട്ട്പുട്ടാക്കി മാറ്റാനാണ് മൾട്ടിപ്ലക്സർ. പിന്നെ വരുന്നത് റെക്കോർഡേഴ്സും ഡിസ്പ്ലേ ഡിവൈസസും ആണ്. അതിൽ ഓസിലോസ്കോപ്പും ഒപ്റ്റിക്കൽ റെക്കോർഡേഴ്സും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ജനറലൈസ്ഡ് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. കുറേ ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ടാകും. ഇവിടെ 4 എണ്ണമാണ് കാണിച്ചിരിക്കുന്നത്. ട്രാൻസ്ഡ്യൂസർ 1, 2, 3 and 4. ഇതിൽ ഓരോ ട്രാൻസിസ്റ്ററിൻ്റെയും ഔട്ട് നമ്മൾ സിഗ്നൽ കണ്ടീഷണേഴ്സിലേക്ക് കൊടുക്കുന്നുണ്ട്, ഓരോന്നിലേക്കും. അതിൻ്റെ ഓരോ ഔട്ട്പുട്ടും ഓരോന്നിനുള്ള ഔട്ട്പുട്ട് മൾട്ടി ഇൻപുട്ടായിട്ട് മൾട്ടിപ്ലക്സറിലേക്ക് കൊടുക്കും. അതിൽ നിന്ന് വൺ ഔട്ട്പുട്ട് ഒരു സിംഗിൾ ഔട്ട്പുട്ടായിട്ട് പുറത്തേക്ക് വരും. ഈ സിംഗിൾ ഔട്ട്പുട്ട് മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ട് അനലോഗ് ഡാറ്റ ആയിരിക്കും. ആ അനലോഗ് ഡാറ്റേനെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഡിജിറ്റലായിരിക്കും. ആ ഡിജിറ്റലായിട്ടുള്ള സാധനം നമ്മൾ പ്രിൻ്ററിലേക്കും ഡിജിറ്റൽ ഡിസ്പ്ലേയിലേക്കും മാനുവൽ ടൈപ്പ് ട്രാൻസ്മിഷൻ കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് ഇങ്ങോട്ടേക്കൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മുടെ ലെസൺ മൊഡ്യൂൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയാണ് നമുക്ക് EMI പഠിക്കാനുള്ളത്.